ആദം മുതൽ നടപ്പുള്ളതാ കുളിയെന്നറി പഠിപ്പിച്ചതും മുറ പോലെ ജിബ്രീലാനറി. കുളിയും വുളൂ ഒരുവൻ ഒഴിച്ചാൽ പിന്നെ ദീനിൽ അവനൊരു സ്ഥലമില്ല പൊന്നേ. കുളി വാജിബായാൽ വാജിബില്ല വേഗമിൽ. ഇബ്നുൽ ഇമാദ് തിരന്ന് കാണാം കുറുതിയിൽ. മുതനജ്ജിസാജടമെങ്കിലപ്പോൾ തന്നെ കുളിക്കേണ്ടതാണതിലില്ല പക്ഷം പിന്നെ. ചിലരിന്ന് മൂത്രവിസർജനം ചെയ്തിട്ട് കുളിക്കാൻ നടക്കുന്നുണ്ടവർ കൈവിട്ട്. ഇതിനിടയിലായി മൂത്രം പുരണ്ടാലെന്താ, കുളിക്കുന്നതോ ഞാനുടനെ എന്നാ ചിന്ത. നജസിട്ട് തേക്കാൻ നിയമമില്ല തീരെയും, കഴുകുന്നുടൻ നീ എന്നിരുന്നാൽ തന്നെയും. നിസ്കാര സമയം പോകുമെന്നാൽ പിന്നെ കുളിക്കുന്ന കാര്യം വേഗമാക്കൽ തന്നെ. നട്ടുച്ച സമയത്തുള്ള കുളി നന്നല്ല, അതുപോലെ ഇശാ സമയത്തിലും ഗുണമില്ല. അടുക്കുന്നതല്ല റഹ്മത്തിൻ്റെ മലക്കുകൾ, ജുനുബുള്ള വീട്ടിൽ എന്ന് വന്ന് ഹദീസുകൾ. കുളി വാജിബായാലോ നഖം മുറിക്കല്ലേ, അതുപോലെ തന്നൊരു രോമവും പൊഴിക്കല്ലേ. വരുമിവകൾ നാളെ ശുദ്ധ നിലയിൽ തന്നെ, അതുകൊണ്ട് കുളി കഴിഞ്ഞിട്ടു മതിയത് പൊന്നെ. നീ നഗ്നയായി കുളിക്കൽ നിശബ്ദം തന്ന, കുളിമുറിയിലായാൽ തന്നെയും തുണി സുന്ന. ജനാബത്തൊരു ദിനം അഹ്മദ് ബിനു ഹംബലിൽ ഉണ്ടായ നേരം ചെന്നു കുളിക്കാൻ ദിജ്ലയിൽ. തുണിയിൽ ഉടുത്തു കുളിക്കുവാൻ പണിയെന്താ, നബി മുസ്തഫ വഴി തള്ളിയാൽ ഗതിയെന്താ. ഉടുപ്പും ധരിച്ച് കുളിക്കുവാൻ ഇറങ്ങുന്നേ, ഉരിഞ്ഞൊന്ന് മാറ്റാനില്ലടോ കറങ്ങുന്നേ. വിഷമിച്ച് താനിരുന്നിട്ടതാ മയങ്ങുന്നേ, സൂര്യോദയത്താൽ തൻ കമീസ് ഉണങ്ങുന്നേ. മയക്കം ഇടയ്ക്ക് നബിയുന വിളിക്കുന്നേ, ഏ അഹമ്മദ് എന്നിട്ടതാ പറയുന്നു, എനിക്കുള്ള ദീന ചെയ്തതും നീ ഇന്ന്, അതുകൊണ്ട് നീ ദീനിൻ്റെ നാലിൽ ഒന്ന്. ഈ സംഭവം പദവിക്ക് മുമ്പാ തൻ്റെ, നോക്കൊന്ന് ഷാറാത്ത് ഇബ്നു ഷാഹിലിനെൻ്റെ. കുളിക്കുന്ന സ്ഥാനത്തുള്ള മൂത്രവിസർജനം പാടില്ല, വസ്വാസുള്ളതാണ് പ്രവർത്തനം. ശരിയല്ല രാത്രിയിൽ നഗ്നായി കുളിക്കുന്നതും, അതിനാൽ ഭ്രാന്ത് വരം ഹദീസിൽ വന്നിതും. സിറാജുൽ മുനീറിൽ ഉണ്ടതും 134 നോക്ക് ശ്രദ്ധയുമേറ്റി. ജനാബത്തുള്ളവർ പള്ളിയിൽ വസിക്കല്ലേ, അമ്പിയാക്കളെ ഈ നിയമമിൽ പെടുത്തല്ലേ. ഇത് ജായിസാണ് അവർക്കെങ്കിലും അവരിൽ ഇത് ഉണ്ടായിട്ടില്ലെന്ന ബുജൈരിമി കണ്ടത്.